ഇങ്ങോട്ട് വരാൻ ഇല്ല വികാസേ അങ്ങോട്ട് ചെല്ലടാ ഒന്ന് പറയാൻ ചെല്ലങ്ങോട്ട് വാടവേ ഇങ്ങോട്ട് അല്ലേ ഇരിയടാവേ ഇരി എടാ പേടിയായാലും ഇരിയടാ അവിടെ അങ്ങോട്ട് ഇരിക്കുന്നില്ല ഇരി എടാ ബാബു വളരെ കാലത്തിന് ശേഷമാണ് നമ്മൾ തമ്മിലൊന്ന് കാണുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കണം വെയിറ്റർ എടാ വികാസേ എടാ ചേട്ടന്റെ പരിചയക്കാരെങ്കിലും കണ്ടാൽ എടാ ഡോക്ടറെ നീ ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാലോ അല്ല നാരായണനോ 3 വിസ്കി ലാർജ് വിത്ത് സോഡ എനിക്ക് വേണ്ട നോ എടാ അല്ലേ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല പ്ലീസ് വേണ്ട ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത പലതും പിന്നീട് ചെയ്യേണ്ടി വരുന്നില്ലേ വെരി കറക്റ്റ് എടാ ബാബു നീ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാ പിന്നെ നിന്റെ ഈ സോക്കാർഡ് ചരിത്രം സൂക്ഷിക്കൂ അളിയാ ഇവന്റെ ഫസ്റ്റ് നൈറ്റ് തന്നെ ഒരു ഉഗ്ര റേപ്പ് സീൻ ആയിരിക്കും ആ നാരായണ രാത്രി എത്ര മണിക്കാ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്ക് പുതിയ ഒരു പെണ്ണിന്റെ ഫോട്ടോ വാതുക്കൽ കണ്ടല്ലോ ഏതാ സാധനം ബെറ്റി ഗോവാക്കാരിയാ എങ്ങനെ ഇരിക്കുന്നു ഉഗ്ര സാധനമാ നാരായണ ഷോ കഴിഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ സാറ് പറഞ്ഞാ പിന്നെ എന്നാ പോയി അറേഞ്ച് ചെയ്യും അപ്പൊ ഇന്ന് രാത്രി ക്യാമറയൊക്കെ കണ്ട് ആഘോഷമായിട്ടങ്ങ് പിരിയാം എന്താ ഞാനില്ല ഇരിയവിടെ ഇരിക്കടാ അവിടെ ഇതാ വികാസ് എനിക്ക് വേണ്ട ഇത് നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ തലയെ കൂടെ ഒഴിക്കും കണ്ണടച്ചങ്ങ് കുടിച്ചേരെ വേണ്ട ഒരു സിപ്പ് മതിയെന്ന് കുടിക്കേ ഞാൻ പറയുന്നത് കേട്ടോട്ടെ കുടിക്കുന്നത് അങ്ങനെ കുടിക്കേ അങ്ങനെ എവിടെ പോയതാ നീന് മിനിസ്റ്ററുടെ കോൺഫറൻസിന് ഈ മിനിസ്റ്റർ എന്ന് വെച്ചാൽ ആരാ മിനിസ്റ്റർ മീൻസ് മന്ത്രി ആ മന്ത്രിക്ക് എന്താ ജോലി അത് ഉദ്ഘാടനം അപ്പൊ നമ്മുടെ മമ്മിയോ ഇന്നാൾ ഉദ്ഘാടനം ചെയ്തല്ലോ മമ്മി മന്ത്രിയാണോ ചിലപ്പോ ആയിരിക്കും മമ്മി മമ്മി മന്ത്രിയാണോ മന്ത്രി ആ ഈ നീന പറഞ്ഞു ഇതാണോ പഠിത്തം അടുത്ത ആഴ്ച ടെസ്റ്റ് പേപ്പർ അല്ലേ മിണ്ടായിരുന്നു പഠിക്കും എന്റെ സ്കൂൾ ബോക്സ് നീ എന്തിനാണ് എടുത്തത് എനിക്കും പഠിക്കണം അതിന് എന്റെ ബോക്സ് ഞാൻ തരത്തില്ല ഞാൻ മോള് പോയി പഠിച്ചിട്ട് പിന്നെ തരാം വേണ്ട ഇങ്ങട്ടാ ഞാൻ തരത്തില്ല എന്താണ് ബഹളം ഇവൻ എന്റെ സ്കൂൾ ബോക്സ് എടുത്തോണ്ട് പോന്നു മമ്മി എനിക്ക് പഠിക്കാനാ എന്റെ ബുക്കെല്ലാം കീറിക്കളെ മമ്മി മോനൊരു കാര്യം ചെയ്യും ഒരു ബുക്ക് എടുത്തിട്ട് ബാക്കി എല്ലാം കൊടുത്തേ എനിക്ക് ബോക്സ് വേണം അത് വേണ്ട മമ്മി പറയുന്ന കേക്ക് മമ്മി ബുക്ക് എടുത്തരാം കേട്ടോ നല്ല മോനല്ലേ കണ്ടോ മമ്മി ഇവൻ എന്റെ യന്ത്ര മെഷീനെ കണ്ടോണ്ട് പോവുകയായിരുന്നു എടാ നീ വീണ്ടും മോഷ്ടിക്കാൻ തുടങ്ങിയല്ലേ ഡാഡി ഇങ്ങ് വരട്ടെ അടിച്ചെന്റെ തൊടയിൽ തൊലി പൊട്ടിക്കാൻ പറയാം
കുമാരൻ പോയി കിടന്നോളൂ. സ്വന്തം ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ കിടക്കുന്നത് കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ സ്ഥാനത്ത് ഏമാണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു?